ചെറുതായെന്ന് കുടുങ്ങിപ്പോയെന്നല്ലേ ഉള്ളൂ. തിരിച്ചെത്തിയല്ലോ. ഇനിയും ട്രക്കിങ്ങിന് പോകും. 4 നാൾ കുടകിലെ കൊടുംകാട്ടിൽ മരണത്തെ മുഖാമുഖം കണ്ടിട്ടും പതറാത്ത ശബ്ദത്തോടെ GS ശരണ്യ പറയുമ്പോൾ അത് വെറുമൊരു വാക്കല്ല, അതിജീവനത്തിന്റെ കരുത്തായിരുന്നു. കൊച്ചിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശരണ്യ തടിയണ്ട മോൾ ബോട്ടയിൽ ട്രക്കിങ്ങിനിടെ വഴിതെറ്റി കാട്ടിൽ അകപ്പെടുകയായിരുന്നു. 4-ാം ദിവസം സൈന്യവും ആദിവാസി സംഘവും ചേർന്ന് കണ്ടെത്തുമ്പോൾ ശരണ്യയുടെ ആത്മവിശ്വാസത്തിന് പോറലേറ്റിരുന്നില്ല. അവധി ദിവസങ്ങൾ ആഘോഷമാക്കാൻ പ്ലാൻ ചെയ്തതാണ് ശരണ്യ കുടകിലെത്തിയത്. ഓൺലൈനായി ബുക്ക് ചെയ്ത ശേഷം രാവിലെ 6-ന് ട്രക്കിംഗ് ആരംഭിച്ചു. കയ്യിൽ കുറച്ച് പഴങ്ങളും 1/2 ലിറ്റർ വെള്ളവും മാത്രം. മുന്നിൽ നടന്നിരുന്ന അച്ഛനെയും മകനെയും പിന്തുടരുന്നതിനിടെ എപ്പോഴോ അവർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. മറ്റൊരു മലയുടെ മുകളിൽ ആളുകളെ കണ്ട് അങ്ങോട്ടെത്താൻ ശ്രമിച്ചതാണ് ശരണ്യയ്ക്ക് വിനയായത്. താഴേക്കിറങ്ങിയതോടെ വഴിതെറ്റി. ഫോൺ ചാർജ് തീർന്ന് ഓഫായതോടെ താൻ ഒറ്റപ്പെട്ടുവെന്ന് ശരണ്യ തിരിച്ചറിഞ്ഞു. കാട്ടിലെ രാത്രികൾ ഭയാനകമായിരുന്നില്ലെന്ന് ശരണ്യ ഓർക്കുന്നു. പൗർണമി നിലാവും മിന്നാമിനുങ്ങുകളും നിറഞ്ഞ കാട് മറ്റൊരു ലോകമായിരുന്നു. ഹോം സ്റ്റേയിൽ നേരത്തെ വിവരം അറിയിച്ചിരുന്നതിനാൽ ആരെങ്കിലും എത്തുമെന്ന പ്രതീക്ഷ ശരണ്യയ്ക്കുണ്ടായിരുന്നു. അരുവിയുടെ കരയിൽ തങ്ങിയതും ദിവസവും 3 ലിറ്ററോളം വെള്ളം കുടിച്ചതും തളരാതെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചു. 4-ാം ദിവസം മല കയറി മടങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ആദിവാസി സംഘം ശരണ്യയുടെ പേര് വിളിക്കുന്നത് കേട്ടത്. തന്റെ അനുഭവം കേട്ട് പെൺകുട്ടികളെ ട്രക്കിങ്ങിന് വിടാതിരിക്കരുതെന്നാണ് ശരണ്യയ്ക്ക് പറയാനുള്ളത്. ഈ വാർത്ത അറിഞ്ഞ പെൺകുട്ടികളെ ട്രക്കിങ്ങിന് പോകുന്നത് തടയരുത്, അതിന്റെ ആവശ്യമില്ല, ശരണ്യ വ്യക്തമാക്കുന്നു. മകൾ തിരിച്ചെത്തിയ സന്തോഷത്തിൽ അച്ഛൻ ഗോപിയും അമ്മ ശൈലജയും സഹോദരൻ ശ്യാമും ശരണ്യയെ ചേർത്ത് പിടിച്ചു. ശാരീരികമായി അല്പം ഭാരം കുറഞ്ഞതൊഴിച്ചാൽ ശരണ്യ പൂർണ്ണ ആരോഗ്യവതിയാണ്. കർണാടക കുടകിലെ തടിയണ്ടമോൾ പോലെ ആളുകൾ ട്രക്കിങ്ങിനെത്തുന്ന നിരവധി മലനിരകളുണ്ട്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും സാഹസികത നിറഞ്ഞ അഗസ്ത്യാർകൂടം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മകരവിളക്ക് തെളിഞ്ഞാൽ ശിവരാത്രി വരെ 28 ദിവസമാണ് അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിന്റെ സമയം. അപൂർവമായ സസ്യങ്ങളും ജീവജാലങ്ങളുമുള്ള പ്രദേശമായതിനാൽ ഇവിടേക്ക് സന്ദർശകർക്ക് നിയന്ത്രണമുണ്ട്. 100 പേർക്ക് മാത്രമാണ് ഒരു ദിവസം പ്രവേശനം അനുവദിക്കുക. കാടും സാഹസികതയും ഇഷ്ടപ്പെടുന്ന നിരവധി പേർ ഇന്ത്യയിലെ പല കോണിൽ നിന്നായി ഇവിടേക്കെത്തും. ഇതിനുശേഷം ഓഫ് സീസൺ ട്രക്കിങ്ങും ഉണ്ടായിരിക്കും. ഇത്തരം ട്രക്കിങ്ങുകൾ കാടിനും അവിടുത്തെ മനുഷ്യർക്കും പല രീതിയിൽ ഗുണം ചെയ്യും. ശരണ്യ പോയ ട്രക്കിംഗ് ഏരിയയിലും നിരവധി പേർ പോകുന്നതാണ്. പക്ഷേ ശരണ്യയ്ക്ക് വഴിതെറ്റിയത് ഒരു വേറിട്ട സംഭവമായി നിൽക്കുന്നുണ്ട്. അതേസമയം പതറാതെ താൻ ഇനിയും മുന്നോട്ട് പോകുമെന്നാണ് ശരണ്യ പറഞ്ഞിരിക്കുന്നത്.